എല്ലാവരും ലേഡീസ് പ്ലാനറ്റിലേക്ക് പോന്നോളൂ. ഇന്ന് നമുക്ക് നല്ലൊരു സ്പൈസി പെപ്പർ ചിക്കൻ ഉണ്ടാക്കി നോക്കാം. വളരെ ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിലേക്കായി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1.5 കിലോ ചിക്കനാണ്. ഇത് നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം, ഒരു ½ ആൻ അവർ ടു 1 അവർ കേട്ടോ. അപ്പോൾ നിറച്ച് 1.5 ടീസ്പൂൺ നിറച്ച് നല്ല എരിവുള്ള മുളക് പൊടിയാണ് എടുത്തത്. പിന്നെ ഒരു 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പാകത്തിന് ഉപ്പ്, പിന്നെ കുറച്ച് ചെറുനാരങ്ങ നീരോ അല്ലെങ്കിൽ വിനീഗറോ ചേർത്തിട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കുക. ഇതിപ്പോൾ ഒരു അരമണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെച്ചു കേട്ടോ. ഇതിലേക്ക് ഒരു മസാല റെഡിയാക്കണം. അതിനായിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് അത് ചൂടായപ്പോഴേക്കും ഞാൻ 2 ടേബിൾ സ്പൂണാണ് കേട്ടോ, ടീസ്പൂൺ അല്ല, ശ്രദ്ധിക്കണം. 2 ടേബിൾ സ്പൂൺ മല്ലി എടുത്തു. അതേമാതിരി 1.5 ടേബിൾ സ്പൂൺ കുരുമുളക് എടുത്തു. 1.5 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം എടുത്തു. കാരണം 1.5 കിലോ ചിക്കന് ഇതാണ് അളവ്. അപ്പോൾ ഇത് നന്നായിട്ട് കുറച്ച് കറിവേപ്പില ഇടണം. അതൊരു പിടി 3-4 തണ്ടിടാം കേട്ടോ. കറിവേപ്പിലയും ഇട്ടിട്ട് നന്നായിട്ട് വറുത്ത് നമുക്കിത് പൊടിച്ചെടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് ആയിട്ടുണ്ട്, നല്ല മണം വരുന്നുണ്ട്. മല്ലിയുടെ കളറ് മാറിയൊന്ന് നോക്കിയാൽ മതി കേട്ടോ. ഇത് ഒരു ഭാഗത്തേക്ക് മാറ്റി വെച്ച് നമുക്കൊന്ന് തണുത്ത ശേഷം നമുക്കിത് അസലായിട്ട് പൊടിച്ചെടുക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. എന്ന ശേഷം കുറച്ച് കടുക് പൊട്ടിക്കുക. അതിനുശേഷം കുറച്ച് കറിവേപ്പില ഇടുക. എന്ന ശേഷം ഇഞ്ചി ഒരു 2 ടേബിൾ സ്പൂണോളം ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അതേമാതിരി വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ എരിവിനനുസരിച്ച് വെച്ചാൽ ഞാൻ 5-6 പച്ചമുളക് എടുത്ത് നമുക്ക് കൂട്ടിയിട്ടും കുറച്ചിട്ടും ചെയ്യാം. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് വഴണ്ടി വരുമ്പോൾ നമ്മൾ മാരിനേറ്റ് ചെയ്ത ചിക്കൻ ഇതിലോട്ട് കൊട്ടി ഒരു 10 മിനിറ്റ് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിക്കണം. ഏകദേശം 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കി നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുക. പിന്നീട് നമ്മൾ ആദ്യം വറുത്ത് പൊടിച്ച് വെച്ച മസാല ഉണ്ടല്ലോ, അതും ഇതിലോട്ട് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് 1.5 ടീസ്പൂൺ ഗരം മസാല, അതിന് ശേഷം ഞാൻ ഒരു 2 മീഡിയം സൈസ് ഉള്ളി നല്ല സ്ലൈസ് ചെയ്തത് അതും കൂടി ഇട്ട് കൊടുത്ത് നമ്മൾ നല്ല പോലെ ഇതൊന്ന് മിക്സ് ചെയ്യണം. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത ശേഷം അടച്ച് വെച്ച് 15 മിനിറ്റോ 20 മിനിറ്റോ, ചില ചിക്കൻ 30 മിനിറ്റും നമുക്ക് വേവിക്കേണ്ടി വരും. അപ്പോൾ വേവ് അനുസരിച്ച് ഇത് അടച്ച് വെച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത ശേഷം അടച്ച് വെച്ച് വേവിക്കുക. ഇനി ഇതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ചിക്കൻ ഇവിടെ നന്നായിട്ട് ആയിട്ടുണ്ട്. നല്ല മണം വരുന്നുണ്ട് കേട്ടോ. നല്ല അടിപൊളി പെപ്പർ ചിക്കനാണ്. അപ്പോൾ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ച് മല്ലിയില ഇതിൻ്റെ മുകളിൽ തൂവി കൊടുക്കുക. എന്ന ശേഷം സ്റ്റവ് ഓഫ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.